കേരളം ബൂത്തിലെത്താൻ ഇനി മണിക്കൂറുകൾ മാത്രം. നിശബ്ദ പ്രചരണ പ്രവർത്തനങ്ങളിൽ സജീവമായി സംസ്ഥാനം. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 20 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളും അണികളും ഇന്ന് നിശബ്ദ പ്രചാരണത്തിൽ. സംസ്ഥാനം നാളെ വിധി നിർണയിക്കും. പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഇന്നു രാവിലെ ആരംഭിച്ചു. ഉദ്യോഗസ്ഥർ രാവിലെ തന്നെ കേന്ദ്രങ്ങളിലെത്തി. 1 മാസത്തോളം നീണ്ടുനിന്ന പ്രചാരണത്തിന് ശേഷം ഇന്നലെ വൻ ജനപങ്കാളിത്തത്തോടെ പരസ്യപ്രചാരണം അവസാനിച്ചു. നിശബ്ദ പ്രചാരണം നടക്കുന്ന 24 മണിക്കൂറിനുള്ളിൽ പലതരത്തിലുള്ള അട്ടിമറികൾക്കും സാധ്യതയുണ്ട്. പ്രചാരണ കോലാഹലങ്ങൾ ഇല്ലാതെ അവസാന നിമിഷത്തിൽ വോട്ടർമാരെ കണ്ട് തീരുമാനം ഉറപ്പാക്കുകയാണ് പാർട്ടികൾ. പോളിംഗ് സാമഗ്രികളുടെ വിതരണത്തിനായി 20 ലോക്സഭാ മണ്ഡലങ്ങളിലും പ്രത്യേകം ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കള്ളവോട്ട് തടയാനുള്ള പ്രത്യേക സംവിധാനവും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തവണ ഒരുക്കിയിട്ടുണ്ട്. 8 ജില്ലകളിൽ പൂർണ്ണമായും വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തി. പ്രശ്നബാധിത ബൂത്തുകളിൽ കേന്ദ്രസേനയെ വിന്യസിക്കും. നാളെ രാവിലെ 7 മണി മുതലാണ് പോളിംഗ് ആരംഭിക്കുക. സംസ്ഥാനത്ത് 20 മണ്ഡലങ്ങളിലായി 194 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. 25,231 ബൂത്തുകളിലായി വോട്ട് രേഖപ്പെടുത്താൻ 2.77 കോടി വോട്ടർമാരാണ് ഉള്ളത്. നാളെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയായിരിക്കും വോട്ടെടുപ്പ്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് തിരുവനന്തപുരം, പത്തനംതിട്ട, തൃശൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സുരക്ഷയൊരുക്കാൻ 66,303 പോലീസുകാരെയും അധിക സുരക്ഷയ്ക്ക് 62 കമ്പനി കേന്ദ്രസേനയും നിയോഗിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർക്ക് ഇന്നുകൂടി പോസ്റ്റൽ വോട്ട് ചെയ്യാനാവും. ഇതിനായുള്ള വോട്ടിംഗ് കേന്ദ്രങ്ങൾ ഇന്നുകൂടി സംസ്ഥാനത്ത് പ്രവർത്തിക്കും. ജൂൺ 4-നാണ് വോട്ടെണ്ണൽ. 2ാം ഘട്ടത്തിൽ രാജ്യത്ത് 88 മണ്ഡലങ്ങളിലാണ് വിധി എഴുതുന്നത്. കേരളത്തിന് പുറമെ 12 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നാളെ വോട്ടെടുപ്പ് നടക്കും. കൂടുതൽ തിരഞ്ഞെടുപ്പ് വാർത്തകളുമായി വീണ്ടും കാണാം.